നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ യുദ്ധം കേവലം വാർത്താ ചാനലുകളിലെ ദൃശ്യങ്ങൾ മാത്രമല്ല, അത് നമ്മുടെയൊക്കെ അടുക്കളകളെയും ജീവന മാർഗങ്ങളെയും എങ്ങനെ പൊള്ളിക്കുന്നു എന്നതിൻ്റെ നേർചിത്രമാണ്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $150 കുതിക്കുകയാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 96 എന്ന റെക്കോർഡ് തകർച്ചയിലേക്ക് നീങ്ങുന്നു. അടുത്തയിടെ കൂട്ടിയ 3 രൂപയുടെ ഇന്ധന വില വർധനവ് വഴി എണ്ണ കമ്പനികളുടെ നഷ്ടം 15% പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് SBIയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ഇനിയും വില കൂടും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡീസൽ വില വർധനവ് കാരണം ചരക്കുകൂലി കുത്തനെ ഉയരുമ്പോൾ, വാണിജ്യ LPG ക്ഷാമം ഹോട്ടലുകളെ പൂട്ടിക്കുമ്പോൾ നമ്മുടെ കുടുംബ ബഡ്ജറ്റ് എങ്ങനെയാണ് താളം തെറ്റുന്നത്? ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ നേരിടും? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ ജോ സെബാസ്റ്റ്യൻ, MSME സെൽ സ്റ്റേറ്റ് കൺവീനറും കുടുംബിനിയുമായ CV സജനി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രതിനിധി B മധുസൂദനൻ നായർ, യെല്ലോ ക്യാബ്സ് സ്റ്റേറ്റ് സെക്രട്ടറി ഷാജോ ജോസ് എന്നിവർ. ശ്രീ B മധുസൂദനൻ നായർ, ഇന്ധനവില ഉയർന്നതോടെ ഹോട്ടൽ മേഖലയിലെ പ്രവർത്തന ചെലവ് എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഹോട്ടൽ മേഖല. ഏകദേശം കേരളത്തിൽ തന്നെ 2-3 ലക്ഷത്തോളം അടുപ്പിച്ചു വരുന്ന ഹോട്ടൽ മേഖല വളരെയധികം തകർച്ചയിലാണ്. ഒറ്റയടിക്ക് ഒരു സിലിണ്ടറിന് 1000 രൂപ വെച്ച് കൂടിയിരിക്കുക. 100% വർധനമാണ്, 110%. ഈ ഹോട്ടൽ മേഖല എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ഹോട്ടൽ റെസ്റ്റോറൻറ്റുകാരാണ്. പകലന്തിയോളം പണി ചെയ്ത് രാത്രി ഏകദേശം 12 മണിയോളം ആവുമ്പോൾ സ്വന്തം മക്കളെ പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പിന്നെ അടുത്ത ദിവസം രാവിലെ വീണ്ടും 5 മണിക്ക് അവരുടെ ഹോട്ടൽ മേഖലയിൽ പണി ചെയ്യാൻ പോവുകയാണ്. രാത്രി വന്നു കഴിഞ്ഞാൽ സ്വന്തം കുട്ടികളെ പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള മേഖലയാണ് ഈ ഹോട്ടൽ മേഖല എന്ന് പറയുന്നത്. വല്ലാത്തൊരു തിരിച്ചടിയാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതുമല്ല, ഈ 1/2 സെന്റ് 1 സെന്റുള്ള ഈ റെസ്റ്റോറൻറ്റുകൾ ഈ റെന്റും കൂടെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ബാലൻസ് 0 ബാലൻസ് ആണ്. വളരെയധികം കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ 2.5-3 ലക്ഷത്തോളം വരുന്ന ഈ കേരളത്തിലുള്ള ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന ഹോട്ടലുകളൊക്കെ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണക്കനുസരിച്ച് ഞങ്ങൾ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആത്മഹത്യാ വക്കിലാണ് എല്ലാവരും. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം നമുക്ക് ചെയ്തു തരണം, സബ്സിഡി ചെയ്തു തരാം, പല പല വഴികളുണ്ട്. അവരതൊന്നും ചെയ്തു തരുന്നില്ല. ഇതേ മേഖലയിൽ തന്നെ നമുക്ക് തൊഴിലാളികളുടെ ക്ഷാമം. ആസാം, ബംഗാൾ മേഖലയിലുള്ള തൊഴിലാളികളെല്ലാം തിരിച്ചു പൊക്കുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് SIR നടപ്പിലാക്കി അത് കൊണ്ട് അവിടുത്തെ പുതിയ സർക്കാരുകൾ അവർക്ക് ഒരുപാട് ആ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. കാശായിട്ടും റേഷനായിട്ടും അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമിയും അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അവരൊന്നും തിരിച്ചു വരുന്നില്ല. ഏകദേശം ഒരു 1 ലക്ഷത്തോളം 80,000 1 ലക്ഷത്തോളം അകത്ത് തൊഴിലാളികൾ തിരിച്ചു പോയിട്ട് ആരും വന്നിട്ടില്ല. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഹോട്ടൽ മേഖലയെന്നല്ല, നമ്മളെ കേരളത്തിലെ മൊത്തം മേഖലയെ ബാധിക്കും. ബിൽഡിങ്ങിന്റെ ആയിരുന്നാലും ഏതൊരു മേഖലയായിരുന്നാലും
ബംഗാളികളും ആസാമികളും ഇല്ലാത്ത സ്ഥലങ്ങളില്ല. അത്രയും കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരാണ് ഹോട്ടൽ മേഖല. അത് ഈ നമ്മുടെ സർക്കാരുകൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കാര്യം ഒരു സർക്കാർ വിചാരിച്ചാൽ പോലും തൊഴിൽ കൊടുക്കാത്ത സാഹചര്യം ഞങ്ങൾ ഓരോ ഹോട്ടലിലും 10, 20, 25 കുടുംബങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുകയാണ്, അവർക്ക് തൊഴിൽ കൊടുക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഈ ഹോട്ടൽ മുതലാളി മാത്രമല്ല, അതിൽ ഇത്രയും പണിയെടുക്കുന്ന തൊഴിലാളികൾ, അവരുടെ കുടുംബങ്ങള്, അതെല്ലാമാണ് ഇതിൽ വരുന്നത്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷാജോ ജോസ്, യെല്ലോ ക്യാബ്സ് ടാക്സി ഡ്രൈവർമാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇന്ധനവില ലിറ്ററിന് 3 രൂപ കൂട്ടിയിട്ടുണ്ട്. യാത്രക്കാരിൽ നിന്ന് കൂടുതൽ പണം ഈടാക്കാൻ സാധിക്കുമോ? ഇല്ല, എനിക്കത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റില്ല. കാരണം വർഷങ്ങളായിട്ട് ഒരു റേറ്റാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് റേറ്റ് ആണെങ്കിലും വളരെ വലിയൊരു വ്യത്യാസമൊന്നും ഇതിൻ്റെ അകത്ത് റേറ്റിൽ വന്നിട്ടില്ല. ഇപ്പോൾ റേറ്റ് കൂട്ടുന്നതിന് മുമ്പ് വരെ നമ്മൾ നഷ്ടത്തിൽ തന്നെയാണ്. എല്ലാ കുടുംബങ്ങളും വളരെ മോശമായ അവസ്ഥയിലാണ്. ഓൺലൈൻ ടാക്സി അല്ല, പാക്കേജ് ആയാലും അല്ലെങ്കിൽ സ്റ്റാൻഡ് ഓടുന്ന വണ്ടി ആയാലും എല്ലാ വണ്ടിയും ഈ ടാക്സി മേഖല തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇത് ഇപ്പോഴത്തെ റേറ്റ് കൂടിയത് ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. പലരും വണ്ടി സൈഡാക്കി ഇടുന്ന അവസ്ഥയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. ഒന്ന്, കോർപ്പറേറ്റ് കമ്പനികളായ 2-3 കമ്പനികളിൽ ഓൾറെഡി നമ്മൾ കമ്മീഷൻ, അതേപോലെ അതിൻ്റെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ശരിക്കും ഇപ്പോൾ ഡീസൽ അടിക്കാനേ തികയുള്ളൂ. കാരണം അത്രയും മോശം അവസ്ഥയിലാണ്. പോരാത്തത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഗവൺമെൻറ് വരുത്തി വെച്ച കുറേ പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഡീസൽ പെട്രോൾ ഇപ്പോൾ വന്ന വിഷയമാണ്. പക്ഷേ മുമ്പും നമുക്ക് ഇത് ഓടാതെ വേറെ നിവൃത്തിയില്ല. ഞങ്ങളെല്ലാം ഒരു 7, 8, 10 ലക്ഷം രൂപ, ഇപ്പോൾ ഇരട്ടിയൊക്കെയാണെങ്കിൽ 10-12 ലക്ഷം രൂപ വരുന്ന വണ്ടി എടുത്തിറങ്ങിയിട്ട് നമുക്കത് അതിൻ്റെ ഫിനാൻസ് പോലും മര്യാദയ്ക്ക് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഞാനിപ്പോൾ ഇവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഇൻചാർജാണ്. പക്ഷേ നമുക്കതിന് ചില നേരത്ത് കോളുകൾ വരുന്നത് നമുക്ക് തന്നെ വിഷമമാവും. ചിലർ പറയും, ഷാജിയേട്ടാ ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്. എന്തെന്ന് പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കാൻ പറ്റും? വണ്ടി സൈഡാക്കി ഇടാൻ പറ്റുമോ? സൈഡാക്കിയിട്ട് പിറ്റത്തെ മാസം തന്നെ ഫിനാൻസുകാർ വന്ന് പിടിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം പറ്റിയത് പെട്രോൾ ഡീസൽ മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്യൂ CNG വന്നിരിക്കുന്നത്. CNG വണ്ടി എടുക്കുന്ന സ്റ്റാർട്ടിങ് ടൈമിൽ റേറ്റ് 46 രൂപ 50 പൈസയായിരുന്നു. ഇപ്പോഴത്തെ റേറ്റ്, അതായത് ഇന്ന് ഇപ്പോൾ വില കൂടിയതിന് ശേഷമുള്ള റേറ്റ് കിടക്കുന്നത് 96 രൂപ 50 പൈസയാണ്. നേരെ ഡബിള്, 46 നേരെ എത്തിയത് 96 രൂപ 50 പൈസയിലാണ്. ഇത് ഒരു സാധാരണക്കാരൻ വെറുതെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത്രയും വർഷത്തിനുള്ളിൽ റേറ്റ് ഡബിള്. ഓടിക്കഴിഞ്ഞാൽ മൈലേജ് കൂടുന്നൊന്നുമില്ല, മൈലേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവർ ഈ സെൻട്രൽ ഗവൺമെൻറ്, ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞ സാധനം എത്തനോൾ ചേർക്കുന്നു, അത് ചേർക്കുന്നു, ഇത് ചേർക്കുന്നു. വണ്ടിയുടെ മൈലേജ് ഒരു 20-30% കുറഞ്ഞു. ഇപ്പം നമുക്ക് ഏത് പെട്രോൾ പമ്പിൽ പോയാലും, CNG പെട്രോൾ പമ്പിൽ പോയാലും CNG ഓൾറെഡി അടിക്കുന്നുണ്ട്, പക്ഷേ അതിന് പ്രഷർ കിട്ടുന്നില്ല, അതിന് മൈലേജ് കിട്ടുന്നില്ല. വണ്ടികളുടെ ക്യൂ ആണ്. ഒരു പെട്രോൾ പമ്പ് CNG പമ്പിൽ പോയി കഴിഞ്ഞാൽ മിനിമം ഇപ്പോൾ ഒരു 30-35 വണ്ടി ലൈനിൽ കിടക്കുകയാണ് ഇത് അടിക്കാൻ വേണ്ടി. അതായത് ഒരു വണ്ടിയിൽ മിനിമം 2-3 പ്രാവശ്യമെങ്കിലും CNG അടിക്കേണ്ടി വരും ഫുൾ ടാങ്ക്. അപ്പോൾ എന്തായാലും ഇത് ഒട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഓൾറെഡി കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഞങ്ങൾ ശല്യം ചെയ്യണത് ഇങ്ങനത്തെ വിഷയങ്ങൾ. പിന്നെ ടാക്സി വണ്ടിക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ GPS വേണം വണ്ടിക്ക്. അതിന് ഒരു വർഷം ഇത്ര ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം 1000-1500 രൂപ ഒരു വർഷം റീചാർജ് ചെയ്യാൻ വേണ്ടി വേണം. അതിനൊരു നിയമമില്ല. തോന്നുന്ന പൈസ തോന്നുന്ന രീതിയിൽ ആളുകൾ മേടിക്കുന്നു, ഏജൻസികൾ. പിന്നെ വണ്ടിയുടെ ലോൺ, GPS, സ്പീഡ് ഗവർണർ എന്തായാലും വണ്ടിക്ക് വേണം. ഇപ്പോൾ പുതിയ വരുന്ന വണ്ടിക്കൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അതിന് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനും റിന്യൂവൽ ലിസ്റ്റ് നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ കാണിക്കണം. പിന്നെ ഒരു വലിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ക്ഷേമനിധിയാണ്. അതായത് 10 വർഷം മുമ്പ് ഓടുന്ന വണ്ടി, എൻ്റെ വണ്ടി 2013 മോഡൽ, 10 വർഷം ഓടി. ഞാൻ 10 വർഷം കഴിഞ്ഞ് ചെന്നപ്പോൾ അവർ പറഞ്ഞു ക്ഷേമനിധി അടയ്ക്കണം. 23,000 രൂപ ഞാൻ ക്ഷേമനിധി അടച്ചു. എന്തോ ഭാഗ്യത്തിന് പുതിയ ഗവൺമെൻറ് വന്ന് ചാർജ് എടുത്തു ഉടൻ തന്നെ കമ്മീഷണർ, എനിക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണെന്ന് തോന്നുന്നു, എല്ലാ സ്ഥലത്തും ഓർഡർ എത്തി. ക്ഷേമനിധി നിർബന്ധിച്ച് ആരടുത്തും മേടിക്കണ്ട. ആ ഒരു സാധനം മാത്രമല്ലാതെ വേറെ ഒരു കാര്യത്തിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതുവരെ സഹായം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഈ റേറ്റും കൂടിയ അവസ്ഥയിൽ നമുക്ക് ഒരു കാരണവശാലും, അതായത് പുതിയതായിട്ട് ഈ മേഖലയിട്ട് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ വണ്ടി ഓടിച്ച് ചിരിച്ച് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ടാവും, പക്ഷേ അതിൻ്റെ അകത്ത് ഒരു 5 പൈസ ഞങ്ങളുടെയോ ഞങ്ങളുടെ കുടുംബത്തിനോ ബെനിഫിറ്റ് ഇല്ല. ഇനിയിപ്പോൾ എന്ത് പറ്റി? ഞങ്ങൾ ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് വണ്ടി എടുത്തു, ഇനി വണ്ടി ഓടിക്കാതെ വേറെ നിവർത്തിയില്ല. പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡാക്കി ഇടാൻ പറ്റുമോ? ഇത് ഞങ്ങൾ കമ്പനികളെയും കോൺടാക്ട് ചെയ്തു, ഓൺലൈൻ മേഖലയിലുള്ള കമ്പനികളെ കോൺടാക്ട് ചെയ്തു, നിങ്ങൾ റേറ്റ് കൂട്ടണം. അവരും പറഞ്ഞ് ട്രിപ്പ് കുറവാണ്. ട്രിപ്പ് കുറവ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ, ട്രിപ്പ് കുറവാണ്. ഇപ്പോൾ എന്ത് പറ്റി? ട്രിപ്പ് കൂട്ടാൻ വേണ്ടി ഇവർ റേറ്റ് കുറച്ചിരിക്കുകയാണ്. പിന്നെയും കസ്റ്റമേഴ്സിന് ബെനിഫിറ്റാണ്. ഈ ഡീസൽ പെട്രോൾ വില ഉയർന്നതോടെ ടാക്സി ഡ്രൈവർമാരുടെ വരുമാനത്തിൽ ഏതാണ്ട് എത്രത്തോളം കുറവ് വന്നിട്ടുണ്ട്? എങ്ങനെ പോയാലും ഒരു 50% എങ്ങനെയായാലും വരും. ഇതിന് മുമ്പേ തൊട്ടേ ഓൾറെഡി നമ്മൾ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റേറ്റും കൂടെ വ്യത്യാസം വന്നു കഴിയുമ്പോൾ വളരെ വലിയൊരു നഷ്ടം തന്നെ നമുക്കിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതിനെ മറികടക്കാൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞല്ലേ ടാക്സി വണ്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും ഗവൺമെൻറ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സബ്സിഡി പോലെ ടാക്സി വണ്ടികൾക്ക് ഒരു ചെറിയ റേറ്റ് ഡിഫറൻസ് ഒന്നെങ്കിൽ ടാക്സിലാവാം, ഇല്ലെങ്കിൽ കമ്പനിയുടെ ബെനിഫിറ്റ് എന്നായിരിക്കാം, ഇല്ലെങ്കിൽ GST ആയിരിക്കാം. ഏതെങ്കിലും ഒരു എമൗണ്ടിൻ്റെ അകത്ത് കുറച്ച് നമുക്ക് തന്നാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം എന്തായാലും പുതിയതായിട്ട് ആളുകൾ ഈ മേഖലയിലോട്ട് വരുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാതെ നമുക്ക് ഈ റേറ്റ് ഇനിയും കൂടും. ഞങ്ങൾക്കറിയാം ഇത് ഇനിയും കൂടും എന്നുള്ളത്. ഇതൊരു സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇനിയും കൂടും, യാതൊരു സംശയമില്ല. CNG ആണ് പ്രശ്നം. CNG ഇപ്പോൾ പേയ്മെൻറ്റ് കൊടുത്താലും കിട്ടാത്ത ഒരവസ്ഥയിലാണ് പമ്പുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരി, അതിന് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു ഷോർട്ടേജ് ആണോ അതോ ഇനി അവർ വേണമെന്ന് ചെയ്യുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. CNG ഷോർട്ടേജാണ്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ B. മധുസൂദനൻ നായർ, LPGക്ക് വലിയ ക്ഷാമം നേരിടുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഹോട്ടൽ വ്യവസായം ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, LPG ഇപ്പം എൻ്റെ ഷോപ്പിൽ തന്നെ ദിവസം 3 സിലിണ്ടർ വേണം. എനിക്ക് കിട്ടുന്ന 1 സിലിണ്ടർ അല്ലെങ്കിൽ 2 സിലിണ്ടറാണ്. ബാക്കി ഞാൻ ആശ്രയിക്കുന്ന വിറകിനെയാണ്. 1 കിലോ വിറകിന് 5 രൂപ 50 പൈസ ആയിരുന്നു, ഇപ്പം 15 രൂപയാണ് 1 കിലോ വിറവ്. അത് നമ്മുടെ സിറ്റി ഭാഗത്ത് വിറവ് ഷോപ്പുകളൊന്നുമില്ല, വിറവ് കടകളൊന്നുമില്ല. ഏകദേശം 15-20 കിലോമീറ്റർ മാറി ഞങ്ങൾ വിറവ് ശേഖരിച്ചുകൊണ്ട് വരണം. അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കാര്യം ഈ സിലിണ്ടറിന്റെ വില ഏകദേശം 1 സിലിണ്ടറിന് ഇപ്പം ഞങ്ങളുടെ കണക്കനുസരിച്ച് 3300 രൂപ വരെ കൊടുക്കുകയാണ്. ഈ 1000 രൂപ കൂടിയതടക്കം 3300. ഞങ്ങൾ എങ്ങനെ മുതലാക്കും? ഇപ്പൊ ഞങ്ങൾ വില കൂട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് ഇത് ഇത്രയും കവർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട്. ഭക്ഷണത്തിന് വില കൂട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? പല കടകളും കൂട്ടിക്കഴിഞ്ഞു. കൂട്ടിയാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാരും അടച്ചിടേണ്ട കണ്ടീഷനാണ്. കാര്യം ഒരു ദിവസം 3000 രൂപ മാറുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഭക്ഷണത്തിന് വില കൂട്ടിയാൽ തന്നെയും ഞങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റില്ല. ഈ 3000 രൂപ എത്ര വില കൂട്ടിയിരുന്നാലും വില കൂടില്ല. ഇപ്പോഴും എന്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയതിന്റെ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വളരെയധികം, വെജിറ്റബിൾ അടക്കം വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ചെറുകിട ഹോട്ടലുകൾ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പലതും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെയധികം ഹോട്ടലുകൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതിന്റെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, എത്ര ഹോട്ടൽ അടച്ചെന്നുള്ളത്. ശരി, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷാജു ജോസ്, EV ടാക്സികളിലേക്ക് മാറുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എന്തൊക്കെ വെല്ലുവിളികളാണ് അതിലുള്ളത്? EVയുടെ ഇപ്പോൾ നമുക്ക് ആ കൂടെ അറിയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ കയറുന്ന റിവ്യൂ അല്ലാതെ വേറെ ഒരു കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. EV ഈ മേഖലയിൽ നമുക്ക് ടാക്സി മേഖലയിൽ ബുദ്ധിമുട്ടായിരിക്കാം എന്നാണ് എനിക്കൊരു തോന്നുന്നത്. കാരണം അത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതല്ല. പക്ഷേ അത് മേടിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി, നമുക്കൊരു പെട്രോൾ CNG ഡീസൽ മേടിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ മതി. പക്ഷേ അതാണ് EV വണ്ടി മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം അടക്കം എല്ലാം പണയം വെച്ചാലും ചിലപ്പോൾ വണ്ടി മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്കൊന്ന് 20 ലക്ഷം രൂപ 18 ലക്ഷം രൂപ 20 ലക്ഷത്തിൽ കുറഞ്ഞതും EV നമ്മുടെ ടാക്സി മേഖലയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി അഥവാ എടുത്താൽ തന്നെ നമ്മുടെ ഈ യൂസിന് പറ്റുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ലോങ് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കസ്റ്റമർ വണ്ടിയിലുണ്ടാവും. കസ്റ്റമർ ഇവിടെ നിന്ന് ചെന്നൈക്ക് പോകണമെങ്കിൽ ബാംഗ്ലൂർ ട്രിപ്പ് പോകണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എത്ര വർഷം ചാർജ് ചെയ്യേണ്ടി വരും ഈ വണ്ടി? അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് വരില്ല, പറ്റുമായിരിക്കും. അപ്പോൾ അതായത് കുറച്ച് മൈലേജ്, അതായത് ഒരു ചാർജിൽ ഒരു 500 കിലോമീറ്റർ 650 കിലോമീറ്റർ ഓടുന്ന വണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മേഖലയിൽ ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലാതെ ഇതിൻ്റെ അത് യാതൊരു ബെനിഫിറ്റ് ഇല്ല. ഞങ്ങൾ സിറ്റി കിടന്ന് ഓടുന്ന ആൾക്കാരാണ്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ 2 മണിക്കൂർ കുത്തിയിടേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. രാവിലെ 5 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ മസൂദൻ സാറ് പറഞ്ഞ പോലെ ഫുഡ് കഴിക്കണം ഞങ്ങൾ ഹോട്ടലിലാണ് സമീപിക്കുന്നത്. കാരണം വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. രാവിലെ 5 മണിക്ക് നമ്മൾ ഓൺലൈൻ ഓടാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുന്ന രാത്രി 10-11 മണിക്കാണ്. മനസ്സിലായി? അപ്പോൾ അതേപോലെ സമയത്തിൻ്റെ ഈ ചാർജിങ്ങിനുള്ള ടൈമും കൂടി നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പാണ്. മുമ്പ് എനിക്ക് തോന്നുന്നു സബ്സിഡി ഉണ്ടായിരുന്നു ടാക്സിക്ക്. ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ എന്തുകൊണ്ട് റീഫണ്ട് കാര്യങ്ങളൊക്കെ അതുവരെ എനിക്ക് എടുത്ത് മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ പല കമ്പനിയിൽ തന്നെ വിളിക്കുമ്പോൾ ഈ സബ്സിഡിയുടെ കാര്യം ആരും മിണ്ടുന്നില്ല. നിങ്ങൾ ടാക്സി എടുത്തു കഴിഞ്ഞാൽ ഇത്ര രൂപ നിങ്ങൾക്ക് റീഫണ്ട് വരും എന്നുള്ളത് എവിടെയും കേൾക്കുന്നില്ല. ഒന്ന് അന്വേഷിച്ചിട്ടേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിലവിലില്ല നമുക്ക്. പക്ഷേ ഇലക്ട്രിക്കായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ പറ്റില്ല. അതായത് മൈലേജുള്ള വണ്ടി വരുമ്പോൾ നമുക്ക് ആലോചിക്കേണ്ടി വരും. ഈ ഒരു അവസ്ഥയിൽ എന്തൊക്കെ പരിഹാര ക്രമീകരണങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? റേറ്റിൻ്റെ ഇഷ്യൂ ആണോ ചോദിക്കുന്നത്? അതായത് പെട്രോൾ ഡീസലിൻ്റെ CNGയുടെ കാര്യമാണോ? അതെ. ഇത് ഒന്ന് നമുക്ക് അവൈലബിലിറ്റി കൂട്ടണം. അതായത് ഇപ്പോൾ CNGയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
2 CNG അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് അടിക്കുക. അനാവശ്യമായിട്ടുള്ളൊരു ഷോർട്ടേജ് അതിൻ്റെ അകത്ത് ഉണ്ടാക്കുക. എനിക്ക് തോന്നുന്നു റേറ്റ് കൂട്ടാനുള്ള പരിപാടിക്കായിരിക്കും ഈ ഷോർട്ടേജ് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് മീറ്റിങ്ങിന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരെയും വിളിച്ച് ചോദിച്ചു. കാരണം എൻ്റെ വണ്ടി CNG അല്ല, എൻ്റെ വണ്ടി ഡീസലാണ്. CNGയുടെ കാര്യം ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഈ ഒരു ഷോർട്ടേജ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളെന്താ 5 രൂപ കൂടിയാലും നമ്മൾ മിണ്ടായിരിക്കും. ഇപ്പോഴും ഞങ്ങൾ ആരും ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. പക്ഷേ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ റോട്ടിൽ ഇറങ്ങേണ്ടി വരും. നമുക്കിതല്ലാതെ മുന്നോട്ട് വേറെ പോകാൻ വഴിയൊന്നുമില്ല. നിങ്ങളുടെ സംഘടന ഇതിനെതിരെ ഇതുവരെ ശബ്ദം ഉയർത്തിയിട്ടില്ല? ഇല്ല, ഇതുവരെ ഉയർത്തിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നാമത് ഒരു മിനിസ്ട്രി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഗതാഗത മന്ത്രി തന്നെ CP ജോൺ സാറിനെ അറിയാം, പേഴ്സണൽ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിയെ പോലും നമ്മൾ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി ഒന്ന് ജോയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സൈലൻ്റ് ആയിട്ടിരുന്നത്. പക്ഷേ നമ്മളൊന്ന് കണ്ട് സംസാരിച്ച് പുള്ളിയുടെ അകത്ത് നിന്ന് കറക്റ്റുള്ളൊരു മറുപടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഇത് ഞാൻ മാത്രമല്ല കേട്ടോ, പല സംഘടനകളും റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു മിനിസ്ട്രിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ യാതൊരു മാറ്റവും ഇനിയും നമ്മളെ ചവിട്ടി കൂട്ടാനുള്ള പരിപാടിയാണെങ്കിൽ ഇതൊന്നും നടപടിയാവുന്ന കേസല്ല, നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കും. അത് ഓൺലൈൻ ടാക്സി കമ്പനികളായാലും ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളായ ഓല, യൂബർ, റാപ്പിഡോ 3 കമ്പനിയാണ്. ഇപ്പോൾ ഇവർ 3 പേരും കൂടെ മത്സരിച്ച് റേറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. ഈ ഹോട്ടലിൽ സാർ പറഞ്ഞ പോലെ ഊണിന് 50 രൂപ 60 രൂപ ഉണ്ടായിരുന്ന സാധനം 70 രൂപയാക്കാം. കാരണം മനസ്സിലായി നമുക്ക് അതിനുള്ള പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. ഓൾറെഡി ഞങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന റേറ്റ് കുറച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൽ ഡീസലിന് വില കൂടി, കമ്മീഷനാണെങ്കിൽ കമ്പനികൾ ഒട്ടും കുറയ്ക്കുന്നുമില്ല. ആ സമയത്ത് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഞങ്ങൾക്ക് പഴയതുപോലെ സ്റ്റാൻഡിലൊന്നും പോയി ഓടാൻ പറ്റുന്നില്ല. ഇനി അഥവാ ഓടാന്ന് പ്ലാൻ ഇട്ടാലും ആ റേറ്റും ഗവൺമെൻറ് കൂട്ടിയിട്ടില്ല, പഴയ റേറ്റിൽ തന്നെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓൺലൈൻ ടാക്സികളല്ലാതെ ഒറ്റപ്പെട്ട ടാക്സി സേവനങ്ങൾ നൽകുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ സ്ഥിതി എന്താണ്? ഇല്ല, അവർ മുമ്പേ പ്രശ്നങ്ങളിലാണ്. അത് കൂടുതലും പ്രായമുള്ള വ്യക്തികളാണ് ഇപ്പോൾ ആ ഒരു പരമ്പരാഗത ടാക്സി ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള പല പല വിഷമങ്ങളുണ്ട്. ട്രിപ്പ് അടിക്കുമ്പോൾ അറിയുന്നില്ല ആപ്പിൽ. എന്നെ പലരും വിളിക്കും, ഒരു 60-65 വയസ്സ് ആൾക്കാർ പോലും ഇപ്പോഴും വണ്ടി ഓടിക്കുന്നുണ്ട്. സ്റ്റാൻഡിലാണ്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഓട്ടങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ഓൺലൈൻ മീഡിയ ഇതിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർ മാത്രം ഇനിയിപ്പോൾ നിലനിൽക്കുന്നു. ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ ഓൾറെഡി എല്ലാം ഓൺലൈനിലോട്ട് കയറി കഴിഞ്ഞു. ഇപ്പോൾ എയർപോർട്ട് ടാക്സി വരെ സ്വന്തമായിട്ട് ആപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ശ്രീ B. മധുസൂദനൻ നായർ, സർക്കാരിൽ നിന്ന് ഈ മേഖലയ്ക്ക് എന്ത് ആശ്വാസ നടപടികളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങള് സർക്കാരിന് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും, വയനാടായിരുന്നാലും പത്തനംതിട്ടയായിരുന്നാലും മറ്റു മേഖലകളിലെ പ്രശ്നം വരുമ്പോഴും ഹോട്ടൽ അസോസിയേഷൻ, ഞങ്ങളുടെ KHR, ഞങ്ങളുടെ സംഘടന കേരളത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന. അതുപോലെ തന്നെ ഞങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാൽ, അദ്ദേഹത്തിന്റെ കീഴിൽ ഞങ്ങൾ ശക്തമായി അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഞങ്ങൾ വയനാട് പോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ കൈയടിച്ച് സഹായിക്കുന്നതാണ് ഞങ്ങൾ KHR. ഞങ്ങൾ തന്നെ അവിടെ വയനാട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫുഡ് ഞങ്ങളാണ് കൊടുത്തത് KHR. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഫുൾ എല്ലാ ദിവസവും ഞങ്ങളെല്ലാം ഓരോ ജില്ലക്കാരും വന്ന് അവിടെ പ്രവർത്തിച്ചു. അവർക്ക് കംപ്ലീറ്റ് അവിടെ എത്ര പേര് വരുന്നു അവർക്കെല്ലാം നല്ല രീതിയിലുള്ള ഫുഡ് കൊടുത്ത ഞങ്ങളാണ്. 24 മണിക്കൂറും ക്യാൻറ്റീൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞങ്ങൾക്ക് ഇത്രയും ഒരു ഇത് വരുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അതാണ് ഒരു ജോക്ക് എന്ന് പറയുന്ന കാര്യം. അത്രയും കഷ്ടത അനുഭവിക്കുന്നതാണ്. എറണാകുളത്ത് ഒരു ആത്മഹത്യ ഉണ്ടായി ഈ ഹോട്ടലുകാർ. അതുപോലെ പലരും ആത്മഹത്യ ഭീഷണിയിലാണ്. എന്ത് ചെയ്യണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതാണ് ചെറുകിട ഹോട്ടലുകാരുടെ അവസ്ഥ ഇതിനേക്കാൾ ഗുരുതരമാണ്. ഹോട്ടൽ മേഖല മൊത്തത്തിൽ ഒരു തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും. ചെറുകിട ഹോട്ടൽ ഞാൻ പറഞ്ഞില്ലേ, 1/2 സെന്റ് 1 സെന്റ് വാടകയ്ക്കാണ് പണ്ടേ അവര് വാടകയ്ക്ക്. കാര്യം ഈ പകലന്തിയോളം പണിയെടുത്ത്, കാര്യം അവര് തന്നെ 2-3 സ്റ്റാഫിനെ വെച്ച് അല്ലെങ്കിൽ 5 സ്റ്റാഫിനെ വെച്ച് ഭാര്യയും ഭർത്താവും കൂടെ നടത്തുന്ന ഹോട്ടലുകളാണ് ഏകദേശം ചെറുകിട കച്ചവടക്കാര്. അവർക്ക് പോലും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം. ഒരു ദിവസം അവരുടെ കടയിൽ 1 സിലിണ്ടർ അല്ലെങ്കിൽ 2 സിലിണ്ടർ എടുക്കുമ്പോൾ 2000 രൂപ മാറുകയാണ്. എങ്ങനെ അവര് ഇത് അറേഞ്ച് ചെയ്യും? ഈ 2000 രൂപ ഏതിനൊക്കെ വില കൂട്ടിയിരുന്നാലും ചെറുകിട ഹോട്ടലുകാർക്ക് ഈ ഇത്രയും പൈസ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അതെല്ലാം ഞങ്ങൾ കണക്കെടുത്തു കഴിഞ്ഞു. ഒരു നിവൃത്തിയില്ലാതെയാണ് ഹോട്ടലുകാർ പോകുന്നത്. ഒരു നിവൃത്തിയില്ല.
എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആശ്വാസ നടപടികൾ ഉണ്ടാകാത്തത്? അത് ഈ കേരള ഗവൺമെന്റിന് പുതിയ സർക്കാർ വന്നു, അവരുമായിട്ട് ഇനി സംസാരിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും സബ്സിഡിയൊക്കെ തരാൻ വേണ്ടി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. സംസ്ഥാന സർക്കാരിനടുത്ത് ഞങ്ങൾ കേരളത്തിലുടനീളം ശക്തമായ സമരങ്ങൾ നടത്തി. GPO തിരുവനന്തപുരം ജില്ലയിൽ GPO പിക്കറ്റ് ചെയ്തു. വളരെ 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 ശക്തമായ സമരങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. 14 ജില്ലകളിലും വളരെ ശക്തമായ സമരങ്ങൾ നടത്തി. എല്ലാവർക്കും മെമ്മോറണ്ടങ്ങൾ കൊടുത്ത് കേന്ദ്ര ഓഫീസുകൾക്ക് മുമ്പേ, അവരുടെ ഓഫീസുകൾക്ക് മുമ്പേ മെമ്മോറണ്ടങ്ങൾ കൊടുത്തു. എന്നാൽ ഇത്രയും ചെയ്തിട്ട് പോലും കണ്ടില്ല എന്ന് നടിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അത് മനസ്സിലാവാത്തത്. ഇനി അടുത്ത പരിപാടി എന്താണ്? ഇനിയിപ്പോൾ ഞങ്ങള് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റ് അത് സംസാരിക്കും ഞങ്ങളുടെ അടുത്ത്. മുമ്പ് കേരളത്തിൽ 2 സമരങ്ങൾ നടത്തിയിരുന്നല്ലോ. അതെ. അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഇനി സമരങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ കേരളത്തിൽ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ അടുത്ത് ഡൽഹിയിൽ പോയി പാർലമെന്റ് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തില്ല. കാര്യം ചെറുകിട ഹോട്ടലുകാരെല്ലാം അടച്ചു പോവുകയാണ്. ഒരു ആത്മഹത്യാ വക്കിലാണ്. നിവൃത്തിയില്ല, ജീവിക്കാൻ നിവൃത്തിയില്ല. സർക്കാർ വിചാരിച്ചാൽ പോലും ഇത്രയും തൊഴിലാളികൾക്ക് പണി കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിൽ ഞങ്ങൾ ഇത്രയും കുടുംബങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുകയാണ്. ഞങ്ങളെ KHR, ഞങ്ങളുടെ സംഘടന. അതാണ് നിങ്ങളുടെ സമരത്തോടുള്ള സർക്കാരിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അത് ഒന്നും അറിയാൻ പാടില്ല. ഞങ്ങൾ മെമ്മോറണ്ടം കൊടുത്ത് അതിന് റിപ്ലൈ ആയിട്ടൊന്നും തന്നിട്ടുമില്ല. അവര് എല്ലാവർക്കും മെമ്മോറണ്ടങ്ങളും കൊടുത്തു, എല്ലാം ചെയ്തു. പക്ഷെ അതിന്റെ റിപ്ലൈ ആയിരുന്നു ഞങ്ങൾ വന്നിട്ടില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, ബാങ്ക് ഓഫ് ബറോഡയുടെയും SBIയുടെയും റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. മൊത്തവില പണപ്പെരുപ്പം 8.3% ഉയർന്നു. സർക്കാർ പറയുന്നത് ധനസ്ഥിതി ഭദ്രമാണെന്നാണ്. എന്നാൽ വിദഗ്ധർ പറയുന്നത് കറണ്ട് അക്കൗണ്ട് കമ്മി രാജ്യത്തെ പ്രതിസന്ധിയിലാക്കുമെന്നാണ്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഇത് സർക്കാർ യഥാർത്ഥത്തില് ഈ കണക്കുകൾ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെയാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അങ്ങേയറ്റം ദുരിതത്തിൽ കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ ചെയ്യേണ്ടത് സബ്സിഡികൾ നൽകുക, അതുപോലെ തന്നെ എന്തെല്ലാം തരത്തിലുള്ള സാധ്യതകൾ ഉപയോഗിച്ചും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകത്തക്ക വിധത്തില് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇതിനെ അബ്സോർബ് ചെയ്യാമല്ലോ. സംസ്ഥാന സർക്കാരുകളെ മാത്രം ആശ്രയിക്കേണ്ടതില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേലുള്ള എക്സൈസ് തീരുവ കുറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യത്തില് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകാവുന്നതാണ്. അത് ഉടൻ തന്നെ സംസ്ഥാന സർക്കാരുകളിലേക്കും എത്തും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ കാര്യമെടുക്കാം. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെട്രോളിന്റെ മേൽ വില വർധന ഉണ്ടാകുമ്പോൾ സെയിൽസ് ടാക്സിന്റെ നിരക്ക് കുറച്ചു വെച്ചുകൊണ്ട് അതിന് ആശ്വാസം നൽകുന്ന നടപടി ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി സർക്കാർ 2 പ്രാവശ്യവും അത് ചെയ്തില്ല. അതുകൊണ്ട് എന്തുണ്ടായി? കേരളവും തമിഴ്നാടും ആയിട്ട് അതല്ലെങ്കിൽ കർണാടകവുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ 5 മുതൽ 10 രൂപ വരെ ആണ് 1 ലിറ്റർ പെട്രോളിനുള്ള വ്യത്യാസം. ഇപ്പോൾ ഈ സമയത്ത് പുതിയ നമ്മുടെ VD സതീശൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ആശ്വാസം നൽകാവുന്ന ഒരു നല്ല അവസരമാണിത്. അതിന് പകരമായിട്ട് അവര് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പുറകെ പോകുന്നത് തൽക്കാലം ഒന്ന് ചവിട്ടിപ്പിടിച്ച് ഇപ്പോൾ ഈ മേഖലയിൽ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹോട്ടലുകൾ വൻതോതിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ജിഗ് വർക്കേഴ്സിനെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ജനകീയ സർക്കാർ വേണ്ടത് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. അതല്ലാണ്ട് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റിന്റെയോ ഏതെങ്കിലുമൊക്കെ കണക്കുകൾ പറഞ്ഞ് ഇതിനെ നീതീകരിക്കാനും അതല്ലെങ്കിൽ ഈ ഒരു 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 വലിയ ഒരു ഷോക്കിനെ അബ്സോർബ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുകയും അല്ല വേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യുന്നത് അങ്ങേയറ്റം നീതികേടാണ്. സംസ്ഥാനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട നികുതി വരുമാനത്തിൽ കുറവ് വരികയാണ് യഥാർത്ഥത്തിൽ. ഇത് GST അല്ലാതെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഈ നികുതികൾ, സെസ് വഴിയായിട്ടുള്ള നികുതികൾ കേന്ദ്രം കൈക്കലാക്കുക, അത് ഡിവിസിബിൾ പൂളിൽ വരുന്നതല്ല. അപ്പോൾ സംസ്ഥാന സർക്കാരുകളോട് ഇത് വേണ്ടത് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു സ്ഥിതിയാണ്. ശരി, വ്യക്തമാണ്. മറ്റൊരു ചോദ്യമുള്ളത്, അന്താരാഷ്ട്ര ക്രൂഡ് വിലയിൽ കുറവുണ്ടാകുമ്പോൾ പോലും ഇന്ത്യയിൽ ഇന്ധനവില കുറയാത്തത് എന്തുകൊണ്ടാണ്? ഇന്ധനവില കുറയാത്തത് അന്താരാഷ്ട്ര വിപണിയിലുള്ള ആ കുറവ് നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക്, എക്കോണമിയിലേക്ക് കൈമാറുന്നതിന് പകരം അതിനെ വരുമാനത്തിന്റെ സ്രോതസ്സായിട്ട് കേന്ദ്ര സർക്കാർ കരുതുന്നത് മൂലമാണ്. എക്സൈസ് തീരുവയും അതുപോലെ തന്നെ ഈ വിലകളൊക്കെ നമ്മുടെ വിപണിയുമായിട്ട് ബന്ധപ്പെടുത്താതെ അതുവഴിയായിട്ട് കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ശരി, വ്യക്തമാണ്. ശ്രീ ബി മധുസൂദനൻ നായർ, സർക്കാരിൽ നിന്ന് ഇതേവരെ ഹോട്ടൽ മേഖലയ്ക്ക് ആശ്വാസമുണ്ടാകുന്ന നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു. പുതിയ സർക്കാരിൽ നിങ്ങൾക്ക് പ്രതീക്ഷകളുണ്ടോ? തീർച്ചയായിട്ടും ഈ സർക്കാരിന് പ്രതീക്ഷയുണ്ട്. വി ഡി സതീഷ് വളരെ ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങളിൽ സത്യം പറഞ്ഞേക്ക് ഏകദേശം ഒരു 2 ദിവസമേ ആയിട്ടുള്ളൂ. വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തു വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മേഖലയെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ജോസ്, ഇന്ധന ചെലവ് കൂടിയതോടെ ചില ഡ്രൈവർമാർ ഈ തൊഴിൽ ഉപേക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? നിരക്ക് ഉയർത്തണമെന്ന ആവശ്യം സംഘടിതമായി ഉയർന്നിട്ടുണ്ടോ? നിരക്ക് ഉയർത്തണം എന്നുള്ളത് ഓൾറെഡി എല്ലാ സംഘടനകളും ഒരേ സ്വരത്തിൽ പറയുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു ഗവൺമെൻറ് വന്നിട്ട് അത് റെഡിയായി വരുന്നുള്ളൂ. നമുക്കൊന്ന് ചെന്ന് മീറ്റ് ചെയ്യാനുള്ള ടൈം എടുത്തിട്ട് കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ മധുസൂദൻ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. എന്നിട്ട് നടപടിയൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റെൻ്റേ കാറും അതേപോലെ തന്നെ റൈഡ് ഷെയറിങ് ആപ്പൊക്കെയാണ്. റെൻ്റേ കാർ ഇപ്പോൾ ലീഗലി കുറച്ച് വണ്ടികൾ ഓടുന്നുണ്ട്, ഇൻഡിവിജ്വലായിട്ട് കുറേ വണ്ടികൾ ലോക്കൽ ഓടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയി വെറുതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് വണ്ടികൾ, ഇപ്പോൾ അന്ന് ലാസ്റ്റ് ഒരു അപകടത്തിൽ കുറേ കുട്ടികളെല്ലാം മരിച്ചതല്ലേ, എന്നിട്ടും അത് കറക്റ്റായിട്ടുള്ള ഒരു പിടുത്തം ആർക്കും പിടിക്കാൻ പറ്റുന്നില്ല. അത് ഇപ്പോൾ റെൻ്റേ കാർ ഓക്കെ, നമ്മൾ ബ്ലാക്ക് ബോർഡിൽ യെല്ലോ നമ്പറിൽ റെൻ്റേ കാർ ഇപ്പോൾ ഓൾറെഡി വാലിഡ് ആണ്. പക്ഷേ അത് കോർപ്പറേറ്റ് കമ്പനികളെ, കുറച്ച് കമ്പനികളെ അത് ചെയ്യുന്നുള്ളൂ. അല്ലാത്തവർ ഇപ്പോഴും പ്രൈവറ്റ് വണ്ടി റെൻ്റേ കാർ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ ഭീഷണിയാണ്. അതിൻ്റെ കൂടെ ഈ പെട്രോൾ ഡീസൽ വില വർധന ഒരു സൈഡിൽ, പിന്നെ വരുന്നത് പറഞ്ഞാൽ റൈഡ് ഷെയറിങ് ആപ്പാണ്. അതൊക്കെ ഇഷ്ടംമാതിരി ലോക്കലുണ്ട്. ഗവൺമെൻറ്റൊന്നും ഇതിനെതിരെ ഒന്നും നടപ്പാക്കുന്നില്ല, കമ്പനികളുടെ പേര് പറയുന്നില്ല. അത് ഒഴിവാക്കിയിട്ട് ഒരു വണ്ടിയിൽ തന്നെ 4-5 ആൾക്കാർ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക്, ആക്കനാട് ഏരിയ, എറണാകുളത്ത്, അതേപോലെ ബാക്കി ഇപ്പോൾ എല്ലാം അതിന് ഏകദേശം കിട്ടുന്നുണ്ട്. ഷെയർ ചെയ്തിട്ടാണ് വണ്ടി വിളിച്ച് വരുന്നത്. ഇത് ട്രൂലി ഇല്ലീഗലാണ്. ഓക്കെ, ഇപ്പോഴും ആ കമ്പനിയുടെ പരസ്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് റൈഡ് ഷെയർ ചെയ്ത് പോകണം എന്നുള്ളത്. ആ ഒരു ബാനർ വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് കേരളത്തിൽ ഇല്ലീഗലാണ്. അതേപോലെ തന്നെ ബൈക്ക് ടാക്സി ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു സാധനമാണ്. ബൈക്ക് ടാക്സിനെ നമ്മൾ എതിർക്കുന്നതല്ല കേട്ടോ, കാരണം തൊഴിലവസരം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ബൈക്ക് ടാക്സി. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ബൈക്ക് ടാക്സിക്ക് പെർമിഷൻ കൊടുത്തു. അപ്പം തന്നെ കമ്പനികൾ ആപ്ലിക്കേഷനിൽ വണ്ടി അപ്ലോഡ് ചെയ്യാനുള്ള സാധനം കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി. ഈ കൊടുത്തതിൻ്റെ അകത്തൊരു കാര്യം ഗവൺമെൻറ് പറയുന്നുണ്ട്, മഞ്ഞ ബോർഡുള്ള ബൈക്കായിരിക്കണം. അതിനു മുമ്പ് ഇവർ 1000, 2000, 3000 വണ്ടി ഓൾറെഡി, അല്ലെങ്കിൽ 5000 വണ്ടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. വണ്ടികൾ പിള്ളേർ ഓടാൻ തുടങ്ങി. ഈ വണ്ടി ഇടിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ഇൻഷുറൻസ് കമ്പനി കൊടുക്കില്ല. വണ്ടി പുറകെ കയറി എന്തെങ്കിലും അവിടെ പറ്റിക്കഴിഞ്ഞാൽ പുറകിൽ കയറിയ ആൾ പറയും ഞാൻ ബൈക്ക് ടാക്സിയെ വിളിച്ചത്, എൻ്റെ ആരുമല്ല ഇത്. ആ രീതിയിലായിരിക്കും പറയുന്നത്. അപ്പോൾ അതിനൊരു ഇൻഷുറൻസ് തുക ഗവൺമെൻറ് അല്ല ഒരു ഇൻഷുറൻസ് കമ്പനിയും കൊടുക്കുന്നില്ല. അപ്പോൾ ബൈക്ക് ടാക്സി ഇപ്പോൾ കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ളായിട്ട് ഇല്ലീഗലായിട്ടുള്ള പരിപാടിയാണ്. അത് RTO വരെ സംഭവിച്ചു. ഞങ്ങൾ പലർക്കും പരാതി കൊടുത്താൽ റിപ്ലൈ കിട്ടിയതാണ്. ബൈക്ക് ടാക്സി ഓടണമെങ്കിൽ
നമ്മുടെ കാറ് ടാക്സി കാർ പോലെ മഞ്ഞ ബോർഡ് ഉള്ള വണ്ടികളായിരിക്കണം. ഇവിടെ അങ്ങനെയില്ല. ഇത് ഈ അടുത്ത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധയപ്പെടാൻ കാരണം വെച്ചാൽ ഒരു കാർ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ആളുടെ മോനെ ബൈക്ക് എടുത്ത് തുടങ്ങണം, ഇതൊരു ജീവിതമാർഗ്ഗമാണ്, അപ്പോൾ ഷാജോട്ടെ എങ്ങനെയാണ് ബൈക്ക് എടുത്ത് കൊടുത്തോട്ടേന്ന് ചോദിച്ചു. ഞാൻ അവരുടെ അടുത്തും പറഞ്ഞു ഇത് വെള്ള ബോർഡുള്ള വണ്ടിയല്ല, ഇതിൻ്റെ അകത്ത് ഓർഡർ മഞ്ഞ ബോർഡുള്ള വണ്ടിയാണ്. ഇതുവരെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി സ്റ്റാർട്ടായിട്ടില്ല. പക്ഷേ കമ്പനികൾ സർവീസ് നടത്തുന്നുണ്ട്. അത് ഞങ്ങളെയും ബാധിക്കും, ഇവിടുത്തെ ഓടുന്ന ഓട്ടോക്കാരെയും ബാധിക്കും. പിന്നെ അതേപോലെ എന്തെങ്കിലും അപകടം സംഭവിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും കയറി പിടിച്ചു എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ GPS ട്രാക്കിംഗ് ഓപ്ഷൻ പോലും ഈ ബൈക്കിന് മുകളിലില്ല. ഞങ്ങളൊക്കെ പിന്നെയും സേഫാണ് ടാക്സി. GPS എവിടെയുണ്ട്, വണ്ടി എവിടെ കിടക്കുകയെന്നെങ്കിലും അറിയാൻ പറ്റും. പക്ഷേ അത്യാവശ്യത്തിന് GPS അമർത്തി കഴിഞ്ഞാൽ ഒരു സഹായം ആരുടെ ഭാഗത്തും കിട്ടാൻ പോകുന്നില്ല. അത് വേറെ കാര്യം. GPS-ൻ്റെ പൈസ മേടിക്കുന്നു, ചാർജ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ക്യാമറേൻ്റെ കൂടെ വിടുകയാണെങ്കിൽ എൻ്റെ വണ്ടി ഞാൻ GPS ബട്ടൺ അമർത്തി കാണിച്ചു തരാം. ഒരാൾ പോലും വിളിക്കില്ല എൻ്റെ മൊബൈലിൽ എന്താ ചേട്ടാ പറ്റിയെന്ന് ചോദിച്ചിട്ട്. അല്ലെങ്കിൽ RTO എന്ന് വിളിക്കോ, പോലീസിന് വിളിക്കോ, ഒരാളും വിളിക്കുന്നില്ല. വെറുതെ ഈ സാധനം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. ഞാൻ വേണമെന്നില്ല, ഏത് വണ്ടി പോയിട്ട് നിങ്ങൾ ആ GPS ബട്ടൺ ഒന്ന് അമർത്തി നോക്കുക. എല്ലാ വണ്ടിക്കും ഉണ്ട്, ബസ്സിനും ഉണ്ട്, KSRTC വരെ കണ്ടു ഞാൻ കഴിഞ്ഞ ആഴ്ച കയറിയപ്പോൾ. അതിലൊന്ന് വെറുതെ അമർത്തി നോക്കി ആരെങ്കിലും ബസ് ഡ്രൈവറെ വിളിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ടാക്സി വിളിക്കുന്നുണ്ടോ, ചേട്ടാ എന്താണ് ഒരു അപകടത്തിൻ്റെ ഇത് സെൻസിങ് വന്നല്ലോ, എന്തെങ്കിലും പറ്റിയെന്ന് ചോദിച്ചു ഒരാളെങ്കിലും വിളിക്കുക. എന്തിനാണ് ഈ സാധനം ഫിറ്റ് ചെയ്യണത്? ഇതൊക്കെ ഒഴിവാക്കേണ്ട ടൈമായി. ഇത് പറഞ്ഞു കൊണ്ടുവന്നത് കോടതിയാണ്, ഹൈക്കോടതിയാണ്. ഹൈക്കോടതി പറഞ്ഞ് എല്ലാ വണ്ടിയും GPS-ഉം വേണം. ശരി, എല്ലാ വണ്ടിയും GPS ഫിറ്റ് ചെയ്തു, അതെല്ലാം കറക്റ്റാണ്. ഈ സാധനം അമർത്തി ആരെങ്കിലും വിളിക്കണ്ടേ അപകടത്തിന്? എനിക്കൊരു അപകടം പറ്റി, എനിക്ക് ചിലപ്പോൾ കയ്യോ കാലോ അനക്കാൻ പറ്റില്ല, ഞാൻ എങ്ങനെയും ഈ സാധനം അമർത്തി ബട്ടൺ. ഇരുട്ടത്താണ്, ആൾ താമസമില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് വണ്ടി ആക്സിഡൻ്റ് ആയത്. ആര് വിളിക്കാൻ? എൻ്റെ ഫോൺ പൊട്ടി ഡാമേജ് ആയി, ഞാൻ അവിടെ കിടന്ന് ചാവുള്ളൂ, വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ കോടതിനെ അറിയിക്കണം. കോടതി പറഞ്ഞു വെച്ചിട്ട് GPS ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അമർത്തി ആരും വരില്ല, അമർത്തി വിളിയും വരില്ല, ആരും വരില്ല. ഈ നിരക്ക് ഉയർത്തിയാൽ യാത്രക്കാർ ഓട്ടോ അല്ലെങ്കിൽ ആപ്പ് ക്യാബിലേക്ക് മാറുമോ എന്നൊരു ഭയം നിങ്ങൾക്കുണ്ടോ? ഇല്ല. ആപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഓൺലൈൻ ഓടുന്നുണ്ട്, മുമ്പ് സ്റ്റാൻഡിൽ ഓടിക്കൊണ്ടിരുന്നതാണ്. അതിൽ പ്രശ്നമില്ല, ആപ്പിലോട്ട് മാറുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ റേറ്റ് കൂട്ടണം, നമുക്ക് ഈ റേറ്റിൽ പറ്റില്ല. കമ്പനി എടുക്കുന്ന കമ്മീഷൻ കുറയ്ക്കണം, വളരെ കൂടുതലാണ്. പിന്നെ ഒരു 7 സീറ്റർ വണ്ടി ഓടുന്ന റേറ്റ് അല്ല ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെറിയൊരു 5 സീറ്റർ വണ്ടി ഓടുന്ന റേറ്റിലാണ് ഇപ്പോൾ Ertiga വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ അനാവശ്യമായിട്ട് ഈ കമ്പനികൾ കുറേ ആളുകളെ പുറത്താക്കുന്നുണ്ട്. ഇതിലൊക്കെ എൻ്റെ ലിസ്റ്റ് ഇരിപ്പുണ്ട്. അത് ഈ മേഖലകളിലൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി എല്ലാം ഫുള്ളായിട്ട് അന്വേഷിച്ച് ഒരു 10-20 പേരുടെ അടുത്ത് ചോദിച്ച് കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രം വരിക. ഇപ്പോൾ CNGയുടെ ഈ പ്രശ്നം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് CNG പെട്രോൾ പമ്പിൽ പോയാലും മിനിമം 30-35 വണ്ടി ലൈനിലേക്ക് എടുക്കുകയാണ് CNG അടിക്കാൻ. ഒരു വണ്ടി CNG അടിക്കാൻ എന്തായാലും ഒരു 10 മിനിറ്റിനടുത്ത് എടുക്കും. അതാ എണ്ണം കുറയില്ല, അതാ ലൈൻ കൂടി വരും. പിന്നെ റേറ്റിൻ്റെ കാര്യത്തിൽ ഈ റേറ്റിൽ നമുക്ക് എങ്ങനെയായാലും 100% മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളെല്ലാവരും എന്തെങ്കിലും വേറെ വഴികളോ അല്ലെങ്കിൽ വണ്ടി വിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. വണ്ടി വിൽക്കാൻ നോക്കിയാൽ ഇപ്പോൾ വണ്ടിക്ക് വിലയില്ല, അതായാലും വലിയ പ്രശ്നം. ഈ ടാക്സി വണ്ടികൾ എനിക്കൊരു 25% വണ്ടികളും വിൽക്കാട്ടിരിക്കുക, ആർക്കും വേണ്ട. അത് ഇപ്പം നമ്മുടെ സ്റ്റുഡിയോൻ്റെ തൊട്ടടുത്ത് തന്നെ 2 ഷോറൂമുണ്ട്, ചെന്ന് നോക്കിയാൽ അറിയാം എത്ര വണ്ടി അവിടെ കിടക്കണമെന്ന് ടാക്സി. കാരണം വണ്ടി ആർക്കും വേണ്ട, അവർക്കെല്ലാം മനസ്സിലായി ഇതാണ് അവസ്ഥ എന്നുള്ളത്. ശരി, ഇനി CNG എടുക്കുന്നവരും ഒന്ന് ചിന്തിക്കും എന്തിനാണ് CNG എടുക്കണമെന്നുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, ഇന്ധനം GSTയുടെ പരിധിയിൽ കൊണ്ടുവന്നാൽ വില കുറയുമോ? അതിന് എന്താണ് തടസ്സം? ഇന്ധനം GSTയുടെ പരിധിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വില കുറയും. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ എക്സൈസ് തീരുവ എന്ന് പറയുന്ന ഇത് ഇല്ലാതാക്കേണ്ടി വരും. GSTയിൽ വരുന്നത് വഴിയായിട്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഈ വലിയ വരുമാനമുണ്ടാക്കാനുള്ള ഈ എളുപ്പമാർഗം ഇല്ലാതാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനങ്ങളിൽ പെട്രോളിയം വില കുറയും. പക്ഷെ അതിന് നമ്മുടെ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും തയ്യാറാവുകയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ GST വന്നതോടുകൂടി നമ്മുടെ വ്യാവസായികമായി വികസിച്ച സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ വിഭവ സമാഹരണം നടത്താൻ കഴിയുന്നുണ്ട്. നേരെ മറിച്ച് കേരളം പോലുള്ള ഉപഭോഗ സംസ്ഥാനങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. അതിന്റെ കാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് ഇത് GSTയുടെ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ഈ ഉറപ്പായ വരുമാനം കുറെയൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടതായ ഒരു സ്ഥിതിയിലേക്ക് മാറണം. ഇപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കുത്തകയാണ്. അതുകൊണ്ട് അതിൽ നികുതി വെട്ടിപ്പ് കാര്യമായിട്ടില്ല. അപ്പോൾ നികുതി ഉയർന്ന തരത്തിൽ ചുമത്തി വരുമാനം ഉണ്ടാക്കുന്നതിന് പകരമായിട്ട്
അതിന്റെ നികുതികൾ വേണ്ടെന്ന് വെച്ച് അത് GSTയുടെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷേ ആ താൽക്കാലികമായ റവന്യൂവിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അതിന് പകരം യഥാർത്ഥത്തിൽ ചെയ്യാമായിരുന്നത് മറ്റ് വരുമാന സ്രോതസ്സുകളിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത കാലത്ത് വളരെ പ്രശസ്തനായ പ്രഭാത് പട്നായിക് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ഒരു സജഷൻ നമ്മുടെ നമ്മുടെ എസ്റ്റേറ്റ് ഡ്യൂട്ടിയിലൊക്കെ ഒരു വർധനവ് വരുത്തുക വഴിയായിട്ട്, എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ നമ്മുടെ വസ്തുവകകൾ ഒരാളിൽ നിന്ന് മരണശേഷം മറ്റൊരാളിലേക്ക് അടുത്ത അനന്തരാവകാശിയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ആ വ്യവസ്ഥയെക്കുറിച്ച് അപ്പോൾ അതിലൊക്കെ ഒരു വർധനവ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൻതോതിൽ വിഭവ സമാഹരണം സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാതെ ഇൻകം ടാക്സിൽ കുറവ് വരുത്തി, പക്ഷേ ഈ ഇൻകം ടാക്സിലും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർപ്പറേറ്റുകളുടെ മേലുള്ള കോർപ്പറേറ്റ് ഇൻകം ടാക്സിലും ഒക്കെ കുറവ് വരുത്തി അതുമൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പെട്രോളിയം ഉൽപ്പന്നങ്ങളെയാണ് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത്. ഇത് വളരെ റിഗ്രസീവായ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ വേണ്ടത് കേന്ദ്രത്തിന് വിഭവങ്ങൾ വേണം, ഞാൻ ഒരു തർക്കവും പറയുന്നില്ല. കാരണം അന്താരാഷ്ട്ര വികസിത സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ടാക്സ് GDP റേഷ്യോ എന്ന് പറയുന്നത് 16.9 മാത്രമാണ്. നേരെ മറിച്ച് വികസിത രാജ്യങ്ങളിലത് 45% വരെ 40-45% വരെ പോകുന്നു. അപ്പോൾ നമ്മുടെ ടാക്സ് GDP റേഷ്യോ ഉയർത്തണം, കൂടുതൽ വരുമാനം സർക്കാരിനുണ്ടാകണം. അതിന് പക്ഷേ എല്ലാ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്ന ഈ വ്യവസ്ഥ അങ്ങേയറ്റം അപലനീയമാണ്. അത് തുടരാൻ അനുവദിച്ചുകൂടാ. ഇത് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ ഒരു കോൺസെൻസസിൽ ഒരു അനുരഞ്ജന പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ട് ഇത് GSTയിലേക്ക് കൊണ്ടുവരികയാണ് ഇതിനുള്ള ഒരേ ഒരു പരിഹാരം. പക്ഷേ GSTയിൽ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരുപക്ഷെ GSTയുടെ സ്പെഷ്യൽ റേറ്റ് എന്നും പറഞ്ഞ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു സ്പെഷ്യൽ റേറ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം കിട്ടുക. അപ്പോൾ യഥാർത്ഥത്തിൽ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് 28% ആയിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് ഇതിലെ എക്സൈസ് തീരുവ അടക്കമുള്ള സംഗതികൾ ഇല്ലാതാക്കി GSTയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് GSTയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാന തടസ്സം എന്താണ്? GSTയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാന തടസ്സം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിന്നുള്ള വരുമാനം സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് ഏറ്റവും ഉറച്ച വരുമാനമാണ്. ഇപ്പൊ അറിയാമല്ലോ, പെട്രോളും മദ്യവും GSTക്ക് പുറത്താണ്. അപ്പോൾ ഈ GSTക്ക് പുറത്തായ ഈ രണ്ട് സംഗതികളും, മദ്യത്തിന്റെ കാര്യത്തിൽ മിക്ക സംസ്ഥാനങ്ങളിലും അത് സർക്കാരിന്റെ കുത്തകയാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ. അപ്പോൾ ഈ കാര്യമായ നികുതി വെട്ടിപ്പില്ലാത്ത മേഖലകളിൽ നിന്ന് കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കുക, നനഞ്ഞിടം കുഴിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവർത്തിക്കുന്ന നയം. അതല്ല, അതിനു പകരമായിട്ട് നൂതനമായ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുകയും അതുവഴിയായിട്ട് ഈ വരുമാന നഷ്ടം പരിഹരിക്കുകയുമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഞാൻ നമ്മുടെ ഇപ്പൊ കേരളത്തെ എടുക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഒരു നടപടി മൂലം ഉണ്ടാകുന്ന സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് കേരളത്തിൽ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി വർദ്ധിപ്പിച്ചുകൂടാ? അതല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ്, പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും പ്രോപ്പർട്ടി ടാക്സ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന് ഏറ്റെടുത്ത് GPS ഒക്കെ ഉപയോഗിച്ച് ആധുനിക രീതിയിൽ നികുതി പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കിട്ടുന്നതിന്റെ ഇരട്ടി നികുതി പ്രോപ്പർട്ടി ടാക്സിൽ നിന്ന് കളക്ട് ചെയ്യാം. അതല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഉള്ള നമ്മുടെ ഈ ഭയങ്കരമായ സബ്സിഡി, അതായത് നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ റവന്യൂ ചെലവിന്റെ വെറും 1.47% മാത്രമാണ് വരുമാനമായിട്ട് സർക്കാർ കളക്ട് ചെയ്യുന്നത്.
നമുക്കറിയാം മെഡിക്കൽ കോളേജിലും ഒക്കെ പഠിക്കുന്ന സമ്പന്നരുടെ മക്കൾ കൊടുക്കുന്ന ഫീസ് ഒരു വർഷം ആകമാനം 50,000 രൂപയോ അല്ലെ 60,000 രൂപയോ വരും. നേരെ മറിച്ച് സെൽഫ് ഫൈനാൻസിംഗിൽ പഠിക്കുന്ന സാധാരണക്കാരന്റെ ഒരു വിദ്യാർത്ഥിക്ക് 7 ലക്ഷം രൂപയാണ് ഫീസ്. അപ്പൊ അതല്ലെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ സ്കാനിങ് അടക്കമുള്ള സൗകര്യങ്ങള് അങ്ങേയറ്റം സബ്സിഡൈസ്ഡ് റേറ്റില് ആണ് നമ്മുടെ മധ്യവർഗവും സമ്പന്നരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവയുടെ മേലൊക്കെ ഉയർന്ന ഫീസുകൾ ചുമത്തി, ഈ വിദ്യാർത്ഥികളുടെ പേരിൽ ഉയർന്ന യുക്തിസഹമായ ഫീസുകൾ ചുമത്തി വരുമാനം ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ വരുമാനം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മധ്യവർഗത്തെയും സമ്പന്നരെയും ഒക്കെ പിണക്കേണ്ടി വരും. അതിന് ഈ കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ വൈരുദ്ധ്യം. അപ്പോൾ നമ്മുടെ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഈ പെട്രോളിയത്തിന്റെ മേലുണ്ടായ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ടല്ല, അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. ശ്രീ ബി മധുസൂദനൻ നായർ, ഇന്ധനവില വർദ്ധിച്ചതോടെ ഹോട്ടലുകൾ അവരുടെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഞങ്ങൾ കുറവ് വരുത്തില്ല. കാര്യം അത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ഒരു ഫാമിലി ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചവർ വരണം. അതിൽ നമ്മൾ എന്തെങ്കിലും ഫുഡിൽ എന്തെങ്കിലും വ്യത്യാസവും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഹോട്ടൽ നടത്തിയിട്ട് കാര്യമില്ല. അതാണ് ഞങ്ങളുടേത്. അതിലൊന്നും ഞങ്ങൾ ചെയ്യില്ല. കാര്യം ഞങ്ങളുടെ ഈ വർഷങ്ങളായി ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഉടമകളാണ്. ഫുഡിലൊന്നും ഞങ്ങൾ ഒരു പാകപ്പിഴയും ഞങ്ങൾ ചെയ്യില്ല. പക്ഷെ ഞങ്ങളുടെ മേഖല തകർച്ചയിലാണ്. അത് സർക്കാരുകൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ വളരെയധികം പണിമുടക്കുകൾ 24 മണിക്കൂറും ഞങ്ങൾ പണിമുടക്ക് നടത്തി. കേരളത്തിൽ ഒരൊറ്റ ഹോട്ടൽ പോലും തുറന്നിട്ടില്ല. പൻപിച്ച വിജയമായിരുന്നു. ദൃശ്യമാധ്യമങ്ങൾ തന്നെ പറഞ്ഞു. അത് ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം പിക്ചർ അടക്കം വന്നതാണ്. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ സബ്സിഡി തരിക. സംസ്ഥാന സർക്കാരിനായിരുന്നാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളായിരുന്നാലും ഞങ്ങൾക്ക് സബ്സിഡി തരിക. അതാണ് ചെയ്യാനുള്ളത്. വ്യക്തമാണ്. ഞാൻ നടപടിയാണ്. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, ഒരു ചോദ്യം കൂടി. ഈ കേരളത്തിൽ ഇന്ധനവില ഇത്രയേറെ ഉയരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ കേന്ദ്ര സംസ്ഥാന നികുതികളുടെ പങ്ക് താങ്കൾ സൂചിപ്പിച്ചു. അത് എത്രത്തോളം ഉണ്ട്? അല്ല, ഈ കേന്ദ്ര സംസ്ഥാന നികുതികളാണല്ലോ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളം ഏകദേശം 30% ആണ് സെയിൽസ് ടാക്സ് ഏർപ്പെടുത്തുന്നത്. അപ്പോൾ കേന്ദ്രത്തിലെ ഉള്ള ഈ എക്സൈസ് ഡ്യൂട്ടിയും അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയും അടക്കമുള്ള ആ ഒരു വിലയാണ് യഥാർത്ഥത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഈ വില ഇത്രമാത്രം ഉയർത്തി നിൽക്കുന്നത്. ആ ഉയർത്തി നിൽക്കുന്ന വിലയുടെ മേലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സെയിൽസ് ടാക്സ് ഏർപ്പെടുത്തുന്നത്. നേരെ മറിച്ച് ഇത് GST-യിലാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ കൊടുത്ത നികുതി ഇത് കുറവ് വരുത്തി സംസ്ഥാന തലത്തിലെത്തുമ്പോൾ അത് സെറ്റ് ഓഫ് പ്രൊവിഷൻ വന്ന് ആ വില വളരെയധികം കുറയും. അപ്പോൾ അതാണ് ഇത് വേണ്ടത്. പക്ഷേ 2 കാര്യമുണ്ട്. കേന്ദ്ര GST-യിൽ ഏർപ്പെടുത്തിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേലുള്ള GST ഉയർന്ന തരത്തിലുള്ള പ്രത്യേക റേറ്റിലോട്ട് മാറ്റുന്നതിനൊക്കെ നമ്മുടെ GST കൗൺസിലിന് അധികാരമുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായിട്ട് കുരുങ്ങിക്കിടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഇപ്പോൾ ഭാഗ്യം കൊണ്ട് 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് 1.92% കേരളത്തിന്റെ ഓഹരി. അതിപ്പോൾ 2.38 വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റുകൾ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെച്ചു. പണ്ട് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ ഡോക്ടർ തോമസ് ഐസക് വളരെയധികം അദ്ദേഹത്തിന്റെ തന്ത്രജ്ഞതയും കഴിവുകളും ഒക്കെ ഉപയോഗപ്പെടുത്തി ഏകദേശം 53,200 കോടി രൂപയാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആയി വാങ്ങിയെടുത്തത്. അതിപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു.
ഈ 16-ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറയുന്ന ഗ്രാന്റേ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് ഈ ഒരു 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 ഈ ഒരു സാഹചര്യം നേരിടുന്നതിന് വേണ്ടി. അതിന് വേണ്ടത് ജനങ്ങളെ ആ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളോട് തുറന്നു പറയുക. ഇതാണ് നമ്മുടെ സംവിധാനം. അതുകൊണ്ട് സമ്പന്ന വിഭാഗങ്ങളിൽ നിന്നും മധ്യവർഗത്തിൽ നിന്നും കൂടുതൽ പൊതുവിഭവങ്ങൾ സമാഹരിക്കാതെ നിവൃത്തിയില്ലേ എന്നുള്ള കാര്യം നമ്മുടെ ഇനിയിപ്പോൾ ജൂലൈ മാസത്തോടു കൂടി നമ്മുടെ പുതുക്കിയ ബജറ്റ് വരികയാണ്. അപ്പോൾ ഈ നമ്മുടെ വി.ഡി. സതീശൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹമാണല്ലോ ധനകാര്യമന്ത്രി, ഇത് ഈ ഒരു ഭീഷണി ഒരു നല്ല അവസരവും കൂടിയാണ്. നമ്മുടെ ധനകാര്യത്തെ അടിമുടി അഴിച്ചു പണിയാനുള്ള ഒരു അവസരം. ശരി, ഞാൻ നിലപടിയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വളരെ നിർണായകമായ നിലപാടുകളാണ് ചർച്ചയിൽ പങ്കെടുത്തവർ പറയുന്നത്. ഇന്ധനവില വെറും ഒരു സംഖ്യ മാത്രമല്ല, അതൊരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളുടെ അളവുകോൽ കൂടിയാണ്. ആ സ്വപ്നങ്ങൾ ചുരുങ്ങുമ്പോൾ രാജ്യത്തിൻ്റെ ഭാവി കൂടിയാണ് ചുരുങ്ങുന്നത്. എണ്ണവില $150 കുതിക്കുമ്പോൾ കേവലം കോർപ്പറേറ്റുകളുടെ ലാഭവും സർക്കാരിൻ്റെ ധനക്കമ്മിയും മാത്രം നോക്കിയാൽ പോരാ. സാധാരണക്കാരൻ്റെ വാങ്ങൽ ശേഷി, പർച്ചേസിംഗ് പവർ നിലനിർത്താനുള്ള ആഭ്യന്തര പാക്കേജുകൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേ തീരൂ. രൂപയെ താങ്ങി നിർത്താൻ RBIയും വിപണിയെ ഉണർത്താൻ സർക്കാരും അടിയന്തരമായി ഇടപെടുമെന്ന് പ്രത്യാശിക്കാം. ഇന്നത്തെ ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, B. മധുസൂദനൻ നായർ, ഷാജോ ജോസ്, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.